ഹലോ ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ പറയും ശ്രുതിയോട് അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി അവിടെ പോയി ഇരിക്കുകയാണെങ്കിലും അശ്വിൻ സാർ എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതി പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയണേ. അങ്ങനെ ആ ധൈര്യത്തിൽ നമ്മുടെ ശ്രുതി അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അവിടേക്ക് ഒരു ഗുണ്ട വരുന്നുണ്ട്. എടി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി ഉണർന്നു പോവാണ് കേട്ടോ. ഓ, നിന്റെ ബോധം തെളിഞ്ഞോ? ഇങ്ങനത്തെ പണിയൊക്കെ ഒപ്പിച്ചാൽ ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു പൊതി ചോറ് കൊടുക്കാൻ കേട്ടോ. അപ്പൊ ശ്രുതി പറയും, എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് വാങ്ങി കഴിക്കടി എന്നും പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ അങ്ങ് പിടിപ്പിച്ചിട്ട് അവളൊരു CID വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് അശ്വിന്റെ അടുത്തേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശ്വിൻ പറയും, ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നങ്ങ് പറയുന്ന നേരത്ത് ശ്രുതി അറിഞ്ഞുകൊണ്ട് വാ പൊത്തി പിടിക്കൂട്ടോ. പിന്നെ അവിടെ വെച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ അതിന് വല്ല തമാശയും പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ, അല്ല, നമ്മൾ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നു, എനിക്ക് സാർ ചിരിക്കാനാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല ശ്രുതി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കണം. ഇവിടെ പുറത്ത് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, അവർ കാണാതെ വേണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നീ മിണ്ടാതെ അവിടെ പോയി ഇരിക്കും ശ്രുതി, പ്ലീസ് എന്ന് പറയണേ. അപ്പൊ ശ്രുതി അങ്ങനെ തന്നെ ചെയ്യാണ്. വീണ്ടും ശ്രുതിയുടെ അരികിലേക്ക് ആ ഗുണ്ട വരികയാണ്. എടി, നീ ഭക്ഷണം കഴിച്ചില്ലേ? ആഹാ, മോൾക്ക് ഞാൻ തീറ്റി തരാലോ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് ശ്രുതിയുടെ വായനിലേക്ക് നീട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അശ്വിന് ഇതൊന്നും പറ്റൂല കേട്ടോ. അപ്പൊ അശ്വിൻ പറയും, എടാ വിടറാ അവളെ, ഓ നിനക്ക് നൊന്തല്ലേ, എന്നാ പിന്നെ ഇവളെ തീറ്റിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നിർബന്ധിച്ച് വായ തുറക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ അതൊന്നും സഹിക്കാൻ കഴിയായിട്ട് ആ ഒരു ഭിത്തി നഗ പൊളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതെടുത്ത് എറിഞ്ഞിട്ടായിരിക്കും അവിടുന്ന് ചാടി വരുന്നത് ഈ ഗുണ്ടയെ ഇടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവിടെ ഒരു അടിയാണ് നടക്കുന്നത്. എന്നിട്ട് ശ്രുതിയും അശ്വിനും കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്